ഹായ് ഫ്രണ്ട്സ്, ഞാൻ സലിൻ ജോസഫ് ഫ്രം RTM. ഇതിൽ കാണുന്ന സൺഷെയ്ഡ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്നുള്ളത് ഈ ചാപ്റ്ററിലൂടെ പഠിക്കാം. ഈ ഒരു ബിൽഡിങ്ങിലാണ് നമ്മൾ സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് സൗത്ത് എലിവേഷൻ എടുക്കാം. സൗത്ത് എലിവേഷനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് അതിൻ്റെ സൗത്ത് എലിവേഷൻ കിട്ടി. ഇനി സൗത്ത് എലിവേഷനിൽ നമുക്കൊരു റെഫറൻസ് പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് തന്നെ ആർക്കിടെക്ചറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ അറ്റത്തായിട്ട് നമുക്കൊരു റെഫറൻസ് പ്ലെയിൻ്റെ ഓപ്ഷൻ വരും. നമുക്ക് റെഫറൻസ് പ്ലെയിൻ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ രണ്ടിതുണ്ട്, ഒന്ന് പിക്ക് ലൈൻ ഉണ്ട്, ഒന്ന് ലൈൻ ഉണ്ട്. നമുക്ക് ഈ ലൈൻ എടുത്തതിന് ശേഷം നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു റെഫറൻസ് പ്ലെയിൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടി നമുക്ക് അനോട്ടേറ്റിൽ പോവാം, അലൈൻഡ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് 2517 ആണ്. നമുക്ക് 2200 കൊടുക്കാം. കാരണം ഈ വിൻഡോയുടെ ഹൈറ്റ് 2200 ആണ്. നമുക്ക് അതിൻ്റെ തൊട്ട് മുകളിൽ നമുക്ക് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാം. 2200 എൻ്റർ കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഹൈറ്റ് 2200 ആയി. ഈ ഹൈറ്റ് തൊട്ട് മുകളിലായിട്ടുണ്ട്. ഇനി ഈ റെഫറൻസ് പ്ലെയിന് നമുക്കൊരു പേര് കൊടുക്കാം. അതിന് ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ടു നെയിമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് അതിന് സൺഷെയ്ഡ് എന്ന് കൊടുക്കാം. സൺഷെയ്ഡ് പ്ലെയിൻ ആണത്. ഓക്കെ, എൻ്റർ ചെയ്തു. ഇനി നമുക്ക് സ്വീപ്പ് ചെയ്ത് ഒരു സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യാം. അതിന് വീണ്ടും നമ്മൾ ആർക്കിടെക്ചറിൽ പോവുക, ക്ലിക്ക് ചെയ്യുക. ഇവിടെ കോമ്പണൻറ്റ് എന്നൊരു ബട്ടൺ ഉണ്ട്. അതിൽ നമുക്ക് ഈ ആരോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മോഡലിംഗ് പ്ലേസ് എന്ന് കിട്ടും. ഈ മോഡലിംഗ് പ്ലേസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഈ പ്രൊജക്റ്റിൽ തന്നെ മോഡൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്ക് റൂഫ് എന്ന കാറ്റഗറി കൊടുക്കാം. കാരണം റൂഫിൻ്റെ പ്രോപ്പർട്ടീസ് അതിന് കിട്ടും. ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഓപ്പണായി. ഇനി നമുക്ക് ഇതിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. നമുക്ക് സൺഷെയ്ഡ് എന്ന് കൊടുക്കാം. ഓക്കെ, ഓക്കെ അടിച്ചു. ഇനി എന്താ ചെയ്യുക? ഇനി നമുക്കപ്പോൾ ഈ നമുക്ക് മോഡൽ ക്രിയേറ്റ് ചെയ്യാനുള്ള ടൂൾസ് വന്നിട്ടുണ്ട്. എക്സ്ട്രൂഷൻ ഉണ്ട്, ബ്ലെൻഡ് ഉണ്ട്, റിവോൾവ് ഉണ്ട്, സ്വീപ്പ് ഉണ്ട്, സ്വീപ്പ് ബ്ലെൻഡ് ഉണ്ട്. നമ്മളിപ്പോൾ ഈ സൺഷെയ്ഡിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് സ്വീപ്പ് എന്നുള്ള ടൂളാണ്. അത് നമ്മൾ സ്വീപ്പിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സ്വീപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് സ്കെച്ച് പാത്ത് എടുക്കാം. നമുക്ക് പാത്ത് സ്കെച്ച് ചെയ്യണം. സ്കെച്ച് പാത്ത് എടുത്തു. ഇനി നമുക്കതിൻ്റെ ഏത് പ്ലെയിനിലാണ് നമ്മൾ വരയ്ക്കേണ്ടത് എന്നുള്ളത് നമുക്ക് പിക്ക് ലൈൻ വേണമെങ്കിൽ പിക്ക് ലൈൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് അവിടെ കൊടുക്കാം. അതല്ല, നമുക്ക് നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ നെയിം ക്ലിക്ക് ചെയ്യുക. ഈ ആരോയിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സൺഷെയ്ഡിൻ്റെ പേര് ഇതിനകത്ത് വന്നിട്ടുണ്ടാവും. അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. ഓക്കെ അടിക്കുക. ഓക്കെ, ഇനി ഏത് വ്യൂവിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്? നമ്മൾ ഗ്രൗണ്ട് ഫ്ലോർ വ്യൂ എടുക്കുക. ഓപ്പൺ വ്യൂ കൊടുക്കാം. ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഒരു പ്ലാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുന്ന ലൈൻസ് എല്ലാം ആ സർഫസ് റെഫറൻസ് പ്ലെയിനിലായിരിക്കും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ സ്റ്റാർട്ട് നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. ഓരോ വാളിൻ്റെ ഔട്ടർ എഡ്ജിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് വരയ്ക്കാം. എവിടെയൊക്കെ നമുക്ക് സൺഷെയ്ഡ് വേണം അവിടെയെല്ലാം നമുക്ക് ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു. വീണ്ടും ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ ക്ലിക്ക് ചെയ്തു. ഓക്കെ, ഇനി ടൂൾ നമുക്ക് റിലീസ് ചെയ്യാം. മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. ടൂൾ റിലീസായി. ഇപ്പോൾ നമ്മുടെ പാത്ത് റെഡി ആയിട്ടുണ്ട്. ഈ പാത്തിൽ കൂടി ആയിരിക്കും നമ്മൾ സൺഷെയ്ഡ് സ്വീപ്പ് ആവുന്നത്. ഇനി നമുക്ക് ക്ലിക്ക് അടിക്കാം. ഓക്കെ അടിച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഡിറ്റ് പ്രൊഫൈൽ, നമുക്ക് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് നമുക്ക് ഇവിടെ എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്തിട്ട് നോർത്ത് സൗത്ത് ഏത് വ്യൂവിലാണ് നമുക്ക് എളുപ്പം വരയ്ക്കാനുള്ളത് നോക്കാം. നമുക്ക് ഇവിടെ ഇവിടെ നിന്ന് നോക്കുന്നതാണ് നമുക്ക് സൗത്ത് വ്യൂ. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഓപ്പൺ വ്യൂ അടിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ ലൈനിലാണ് നമുക്ക് റെഫറൻസ് പ്ലെയിൻ കിടക്കുന്നത്. ഇനി നമുക്ക് ഈ പോയിന്റിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു 450 കൊടുക്കാം. നമ്മൾ എൻ്റർ ചെയ്തു. മുകളിലേക്ക് നമുക്കൊരു 50 കൊടുക്കാം.
ഇനി നമുക്ക് റൈറ്റിലോട്ട് ഒരു 50 കൊടുക്കാം. നമ്മൾ സ്റ്റെപ്പുള്ള ഒരു സൺഷെയ്ഡാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. വീണ്ടും ഒരു 50 കൊടുക്കാം. നിങ്ങൾ ഡിസൈൻ അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. 50 കൊടുക്കാം. നമുക്ക് മുകളിലേക്ക് ഒരു 100 കൊടുക്കാം. വീണ്ടും നമ്മൾ റൈറ്റിലോട്ട് ഒരു 50 കൊടുത്തു. വീണ്ടും മുകളിലേക്ക് ഒരു 50 കൊടുത്തു. വീണ്ടും റൈറ്റിലേക്ക് ഒരു 50 കൊടുത്തു. ഇനി നമ്മൾ മുകളിലേക്ക് ഒരു 50 കൊടുത്തു. ഇനി നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരു 100 കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ഇത് ഇവിടെ നിന്ന് ഈ ലൈൻ കണക്ട് ചെയ്യാം. അതിന് നമുക്ക് ഒന്നുകൂടി നമുക്കൊരു ലൈൻ എടുക്കാം. മൂടിപ്പെട്ട ഉള്ളിൽ ക്ലിക്ക് ചെയ്യാം. ഈ ലൈൻ ഒന്നുകൂടി എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ഒരു 50 കൊടുക്കണം. ഓക്കെ, നമ്മൾ ഇത് തമ്മിൽ കണക്ട് ചെയ്ത് വീണ്ടും നമ്മൾ ഇവിടുന്ന് ലൈൻ എടുത്ത് ഇത് ഇങ്ങോട്ട് വരച്ച് ഇങ്ങോട്ട് വരച്ചു. ഈ പോയിൻ്റ് നമുക്ക് ഡിലീറ്റ് കളയാം. ഇതിന് നമുക്ക് ഇവിടെ ഒരു റേഡിയസ് കൊടുക്കാം. ഒരു ഫില്ലറ്റ് റേഡിയസ് കൊടുക്കാം. ഓക്കെ, നമ്മൾ ഈ ഷേപ്പിലൊരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ഓക്കെ അടിക്കാം. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ മോഡൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഫിനിഷ് മോഡൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത് ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ സൺഷെയ്ഡ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 3D വ്യൂവിൽ നോക്കാം. വ്യൂ 3D വ്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് ആ സൺഷെയ്ഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ സൺഷെയ്ഡ് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെ ഒന്ന് കോപ്പി ചെയ്ത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഇട്ട് നോക്കാം. അതിനുശേഷം നമുക്ക് ക്ലിക്ക് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, അലൈൻഡ് ടു സെലക്റ്റഡ് ലെവൽ, ഫസ്റ്റ് ഫ്ലോർ ഓക്കെ അടിച്ചു. ഇതിൻ്റെ എലിവേഷൻ ലെവൽ കിടക്കുന്നത് നമുക്ക് ഒരു 2200 കൊടുക്കണം. വേണ്ട, നമ്മൾ 00 എന്ന് കിടന്നിരുന്നത്, അതുകൊണ്ട് നമ്മൾ അവിടെ വന്നില്ല. 2200 കൊടുത്തപ്പോൾ അത് അവിടെ വന്നു. ഇനി നമുക്ക് ചുറ്റുമൊന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു സൺഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതല്ലാതെ നമുക്കൊരു സൺഷെയ്ഡ് വാള് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അത് നമുക്ക് ന്യൂ ഫാമിലി പോയിട്ട് നമുക്ക് അതിൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വാൾ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് ആ വാൾ നമുക്ക് ഇവിടുന്ന് എവിടെ വരച്ചാലും ആ വാളിൽ ആ സൺഷെയ്ഡ് ഉണ്ടാവും. സൺഷെയ്ഡോ അതുപോലെ തന്നെ ഫ്ലാറ്റ് ഇൻസൈഡിലുള്ള ഫ്ലാറ്റോ എല്ലാം നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ചെയ്യാണ്. അടുത്ത ചാപ്റ്ററിൽ ഞാൻ നിങ്ങൾക്ക് പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.